നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയെ തകർക്കാൻ നീക്കം നടക്കുന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സൊസൈറ്റി ബാങ്കിംഗ് മേഖലയിലേക്ക് കടന്നതോടെ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനകൾ നടന്നുവരുന്നത് മറ്റു പല രീതികളിലും ചിത്രീകരിച്ച് നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഒരു വിഭാഗം ആൾക്കാർ ചെയ്യുന്നതെന്നും ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 1998 തുടങ്ങിയ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയെ തകർക്കാനാണ് ഗൂഢശ്രമങ്ങൾ നടക്കുന്നത്. സൊസൈറ്റി വളർച്ചയുടെ പടവുകൾ താണ്ടി ബാങ്കിംഗ് മേഖലയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് സൊസൈറ്റിയുടെ ചില ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനകൾ നടക്കുന്നത്. ഒരു സാധാരണ പരിശോധനയാണെന്നിരിക്കെ ഇതിന്റെ ചുവട് പിടിച്ച് ചില കുൽസിത ശക്തികൾ കസ്റ്റമേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുകയുമാണ് എന്നാണ് ഭാരവാഹികൾ പറഞ്ഞത്. ഇതിന് നമ്മുടെ മലയാളീസിന്റെ പ്രത്യേകിച്ച് ഒരു സ്വഭാവമാണ്. അല്ല, പ്രത്യേകിച്ച് അവർക്ക് അങ്ങനെയൊന്ന് കൊടുപ്പിക്കാമെന്നുള്ളത്. ഇതിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ബാങ്കിന്റെ ഇതിലേക്ക് നീങ്ങുന്നതിലുള്ള അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ഇൻസ്പെക്ഷൻ നടന്നത്. അപ്പൊ അതിനുശേഷമാണ് ആൾക്കാർ അത് വേറെ രീതിയിൽ പാനിക്കാക്കി മാറ്റി. അതുകൊണ്ട് ഇപ്പം പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി പറ്റുന്ന എല്ലാവരുടെ പൈസയും തിരിച്ചു കൊടുക്കും. അതൊന്നും ഒരു പ്രോബ്ലം ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാ ബ്രാഞ്ചിലും നമ്മളിപ്പോ ചില ബ്രാഞ്ചൊക്കെ ഭയങ്കര തിരക്കൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് അത് മാക്സിമം ചെയ്യാൻ വേണ്ടി ഒരു നല്ല രീതിയിൽ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി. അപ്പൊ ചില ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഈ ഇതിന്റെ ബാക്കിൽ ആരെങ്കിലും അറിയില്ല, എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. ചില നിക്ഷേപകർ കാലാവധിക്ക് മുൻപായി അവരുടെ നിക്ഷേപം പിൻവലിക്കുന്നതിന് ബ്രാഞ്ചുകളിൽ അപേക്ഷ നൽകുകയും അതിൽ ഭൂരിഭാഗം അപേക്ഷകർ തീർപ്പാക്കി പണം നൽകിയിട്ടുള്ളതുമാണ്. 2024 ഫെബ്രുവരി മാസം മുതൽ ഇത്തരത്തിൽ 800 കോടിയിലധികം തിരിച്ചു നൽകിയിട്ടുമുണ്ട്. ബാക്കിയുള്ള അപേക്ഷകളുടെ ആകെ തുക 70 കോടിയോളം മാത്രമാണ്. എന്നാൽ സൊസൈറ്റിയുടെ നിലവിലുള്ള ആസ്തികളുടെ മൂല്യവും മെമ്പർമാർക്ക് നൽകിയിട്ടുള്ള ലോൺ തുകയുമൊക്കെ ഈ തുകയുടെ പല മടങ്ങ് ഇരട്ടിയാണ്. സൊസൈറ്റി നൽകിയിരിക്കുന്ന ലോണിന്റെ തിരിച്ചടവിൽ മേൽപ്പറഞ്ഞ പരിശോധനയ്ക്ക് ശേഷം വായ്പക്കാർ വരുത്തിയിരിക്കുന്ന കുടിശ്ശിക തുക തന്നെ 150 കോടിയിലധികം ഉണ്ട്. ഈ കുടിശ്ശിക തിരിച്ചു ലഭിച്ചാൽ തന്നെ ഇപ്പോഴുള്ള മുഴുവൻ അപേക്ഷകളും തീർപ്പാക്കാനുള്ളതിനേക്കാൾ പണം ലഭ്യവുമാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില നിക്ഷേപകർ കാലാവധിക്ക് മുമ്പ് തന്നെ പണം പിൻവലിക്കുവാൻ എത്തുകയും എന്നാൽ ഇതൊരു അവസരമായി കണ്ട് ചില വായ്പക്കാർ വായ്പാ തിരിച്ചടവിന് താമസം വരുത്തുകയുമായിരുന്നുവെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ നിങ്ങളുടെ സഹകരണത്തോട് കൂടിയിട്ട് പബ്ലിസിറ്റി ചെയ്യുമ്പോഴാണ് മറ്റുള്ള ബ്രാഞ്ചുകൾക്കും ഈ തെറ്റിദ്ധാരണ മാറിക്കിട്ടുള്ളൂ. ആ തെറ്റിദ്ധാരണ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംശയം ഇല്ലായില്ല. പക്ഷെ അത് കൺഫേം ആയിട്ട് പറയാൻ വേണ്ടി നമ്മൾ അതിന്റെ ബാക്കിൽ ഇങ്ങനെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. സൊസൈറ്റിയുടെ ആരംഭം മുതൽ ഇന്ന് വരെയും കാലാവധി പൂർത്തിയായ എല്ലാ നിക്ഷേപകർക്കും മെച്യൂരിറ്റി തുകയും പ്രതിമാസ പലിശയും കൃത്യമായി നൽകി വരുന്നുണ്ട്. കാലാവധിക്ക് മുമ്പ് പിൻവലിക്കുവാനായി വന്ന അപേക്ഷകൾക്ക് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സൊസൈറ്റിയെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും സൊസൈറ്റി കൺസൾട്ടന്റുമാരായ അമീൻ, ദിനേശൻ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.